ഗൈസ്, ഇന്ന് നമ്മൾ എങ്ങനെയാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ട്രിക്ക് ഞാൻ പറയുവാണ്. ഇങ്ങോട്ട് തിരിക്കണം. അപ്പോൾ ഇവിടെ ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടെടുത്ത് ബ്ലൂ, ഇവിടെ ഓറഞ്ച്, ഇവിടെ റെഡ്, ഇവിടെ ഫുൾ വൈറ്റ്. ഇവിടെ രണ്ടിടത്തും വൈറ്റ് ഉണ്ട്. ഇവിടെ ഓറഞ്ച്, ഇവിടെ രണ്ട് കളറാണ് ഇങ്ങനെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ട കളർ ഗ്രീൻ. ഇവിടെ ഇരിക്കുന്ന ഗ്രീൻ, ഈ ഗ്രീനിൽ നമുക്ക് സൈഡിലോട്ടാക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഗ്രീൻ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഗ്രീൻ ആവും. ഞാൻ എന്നാൽ വരച്ച് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇത് ഇങ്ങോട്ട് ചെയ്യണം. അങ്ങനെ ഫസ്റ്റത്തെ ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇങ്ങോട്ട് ഒരെണ്ണം കൊണ്ടുവരണം. നിങ്ങൾ ശരിക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാൻ ശരിക്കും റുബിക്സ് ക്യൂബിൽ വരയ്ക്കാതെ ഒരു സാധനത്തിൽ വരച്ച് കാണിക്കുക. കണ്ടേ, ഇങ്ങനെയാണ് രീതി. ഒരെണ്ണം മുകളിലോട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഒരെണ്ണം നമ്മൾ മുകളിലോട്ട് വരയ്ക്കണം, മറ്റൊരെണ്ണം സൈഡിലോട്ട്, മറ്റൊരെണ്ണം ഇങ്ങോട്ട്. ഇങ്ങനെ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റത്തെ ട്രിക്ക്. അങ്ങനെയാണ് നമുക്ക് റുബിക്സ് ക്യൂബ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മൾ റുബിക്സ് ക്യൂബിൻ്റെ ഈ രണ്ടറ്റം നമുക്ക് ഇങ്ങോട്ട് നീക്കാം. ഈ അറ്റവും. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രീൻ കാണും. നമുക്കിവിടെ നമുക്കിവിടെ 4 ഗ്രീൻ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഗ്രീൻ നമുക്ക് ഇങ്ങോട്ടാക്കണം. ഇങ്ങോട്ടാക്കണം. നമുക്ക് നേരെ ഇങ്ങോട്ടാക്കാം. അപ്പോൾ ഇവിടുത്തെ ഗ്രീൻ ഇങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ നീക്കാൻ പറ്റൂല, ഇവിടെ ഗ്രീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഒരെണ്ണം മാത്രം നമ്മൾ ഇങ്ങോട്ട് നീക്കും. നമുക്ക് ഇങ്ങനെ ഇട്ട്. അപ്പോൾ പിന്നെ നമുക്ക് 4 എണ്ണമേ ഉള്ളൂ. നമുക്ക് എക്രോസ് രീതി വരയ്ക്കണം. നമുക്കിപ്പോൾ 3 എണ്ണമേ ഉള്ളൂ. ബാക്കി അടുത്തതിൽ കാണിക്കാം.